കഴിഞ്ഞു മക്കളെ, കഴിഞ്ഞു. ആപ്പിളിന്റെ മാക്ബുക്കിന്റെ കാലം ഇതോടുകൂടി അവസാനിച്ചു. ഇനി വിൻഡോസ് ലാപ്ടോപ്പുകളുടെ കാലമാണ്. അതേ ഗൈസ്, വിൻഡോസിന് വേണ്ടി ഒരു പവർഫുൾ ചിപ്സെറ്റാണ് നമ്മുടെ NVIDIA ലോഞ്ച് ചെയ്തിരിക്കുന്നത്. NVIDIA RTX Spark. ഇതൊരു ചിപ്സെറ്റിലുപരി ഇതിന്റെ ആ ഒരു സെറ്റപ്പാണ് നമ്മളെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. 20 കോർ ARM GPU, RTXന്റെ 5070 GPUന്റെ സപ്പോർട്ട്, മാത്രമല്ല TSMCയുടെ 3 നാനോമീറ്റർ ടെക്നോളജി. 70 ബില്യൺ ട്രാൻസിസ്റ്ററുകളാണ് ഈ ഒരു ചിപ്സെറ്റിനുള്ളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു AI ചിപ്സെറ്റ് ആണ്. ഇതിന്റെ AIയുടെ കമ്പ്യൂട്ടിംഗ് സ്പീഡ് നോക്കുകയാണെങ്കിൽ അത് 1 പെറ്റാഫ്ലോപ്പ് ആണ്. പെറ്റാഫ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ AIയുടെ കമ്പ്യൂട്ടിംഗ് സ്പീഡിനെ പറയുന്ന ഒരു യൂണിറ്റ് ആണ്. ആപ്പിൾ യൂസ് ചെയ്യുമ്പോൾ അറിയാല ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഗെയിമിങ്ങിനൊക്കെ ഒരു പരിധി വരെ ആപ്പിളിന് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ ഇതിൽ ആപ്പിളിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റേ ട്രേസിംഗ് ഗെയിമുകൾ കളിക്കാൻ പറ്റും. മാത്രമല്ല ഗ്രാഫിക്സ് ടെക്നോളജി ആയിട്ടുള്ള DLSS ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. ചാർജർ കണക്ട് ചെയ്യാണ്ട് പോലും ഹൈ പെർഫോമൻസ് നമുക്ക് 2K റെസൊല്യൂഷനിൽ ഗെയിം കളിക്കാൻ പറ്റും ഗൈസ്. ഇനി കസ്റ്റമറിന് വേണമെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനെ ഒരു DGX സ്റ്റേഷൻ ആയിട്ട് മാറ്റാൻ പറ്റും. ആ ഒരു ടൈമിൽ നമുക്ക് 20 പെറ്റാഫ്ലോപ്പിലെ AI കമ്പ്യൂട്ടിംഗ് സ്പീഡ് കിട്ടും. സോ ഇത്രയും സെറ്റപ്പ് വെച്ചിട്ടുള്ള ഈ ഒരു ലാപ്ടോപ്പിന് വെറും 14 mm മാത്രമാണ് തിക്നെസ് വരുന്നത്. ആപ്പിളിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വേസ്റ്റ് ആണെങ്കിൽ ഇതിലെ AI ഒരു ബീസ്റ്റ് ആണ് ഗൈസ്. HP, Dell, Acer തുടങ്ങിയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും ഈ ഒരു ലാപ്ടോപ്പ് ആയിരിക്കും ഇനി ഫ്യൂച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ വിൻഡോസ് സോഫ്റ്റ്വെയർ അടിപൊളിയാണെങ്കിലും നമുക്ക് ആ ഒരു ലാപ്ടോപ്പിൽ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടിയിരുന്നില്ല. എന്നാൽ ഫ്യൂച്ചറിൽ ഇനി ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് വിൻഡോസ് ലാപ്ടോപ്പിൽ കിട്ടും. സോ നിങ്ങളുടെ ഫേവറേറ്റ് മാക്ബുക്ക് ആണോ വിൻഡോസ് ലാപ്ടോപ്പ് ആണോ?